അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെ സുഹൃത്തുക്കളെ, കുരുവട്ടൂരികൾ നിമിഷപ്രിയ വിഷയത്തിൽ 4 നിമിഷപ്രിയ മുന്നേറ്റം നടത്തി. അതിൽ ഒന്ന് അരീക്കോടും, മറ്റൊന്ന് മർക്കസിൻ്റെ അടുത്ത് കാരന്തൂരും, മറ്റൊന്ന് തിരൂരും, 4ാമത്തെ പരിപാടി കടലുണ്ടിയിലുമാണ് നിമിഷപ്രിയ മുന്നേറ്റം നടത്തിയത്. അതിലെ ചില ഭാഗങ്ങൾ കേൾപ്പിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അതൊന്ന് കേട്ടു നോക്കാം നമുക്ക്. അതുമായി ബന്ധപ്പെട്ടൊരു കാര്യം തന്നെ പറയാൻ പറ്റൂല. ഏത് ആ പെണ്ണ് ചെയ്ത ക്രൂരകൃത്യം പറഞ്ഞാൽ പോലും ഹേയ്, മനുഷ്യർക്കൊപ്പം മാനവികത പൂത്തുലയണ്ടേ. ഞാൻ വിചാരിച്ചു ഗോവിന്ദചാമി നേരെ മഹദീൻകറ്റ പോകുമോന്ന്. മനുഷ്യർക്കൊപ്പാണല്ലോ. ഇതല്ലേ ഞങ്ങൾ പറഞ്ഞത്. ആളുകൾ പെട്ടെന്ന് ചിന്തിക്കുകയാണല്ലോ. ഒരു 2-3-4 ദിവസം മുമ്പ് ഒരാളെ കൊന്ന ഒരു പെണ്ണിന് സ്വീകരണം കൊടുക്കുവാനും അതിനുള്ള സപ്പോർട്ടിൻ്റെ വാദഗതികൾ ചാനലുകളൊക്കെ. അതേസമയം അതുപോലെ ഒരു തുല്യമായ കേസിൽ ഒരാൾ പുറത്തിയാടിയപ്പോൾ ഉണ്ടോ, ക്രൂരനാണ്, കൊന്നേ പറ്റൂ. ഡിഫറൻസ് മനസ്സിലാണില്ല. അപ്പോൾ ഓൽക്ക് ഡിഫറൻസ് മനസ്സിലായില്ല ചാനലിലോ ഒക്കെ. ചാനലുകൾ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് അവനവന് ബോധ്യപ്പെട്ടത് അവനവൻ പറയും. സാമൂഹിക മാധ്യമങ്ങൾ ചിലർ കള്ളത്തരവും പറയും. ഇത് ചോദിക്കാൻ ഇവനാരാ? ഇന്ത്യൻ്റെ പ്രധാനമന്ത്രിയോ അതോ ഇവിടുത്തെ സുപ്രീം കോടതിയിലെ ജഡ്ജിയോ? ഇവര് നിമിഷപ്രിയ മുന്നേറ്റം എന്ന് പറഞ്ഞ് 4 പരിപാടി നടത്തിയിട്ട് അവരെ വ്യത്യസ്ത വിഷയങ്ങളാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ഇനി ഒന്ന് കേട്ടു നോക്കാം നമുക്ക്. ഒരു മൊയിലേര് മനസ്സിലാക്കിയിട്ട് എന്താ നിങ്ങൾ എന്നോട് അവൾ പറയുക, കാര്യപ്പെട്ടൊരു മഹതിയല്ലേ എന്തായാലും രക്ഷപ്പെടുത്തണ്ടേന്ന്. അയാളിത് ആരാന്ന് തന്നെ അറിഞ്ഞില്ല. ഞാൻ ചോദിച്ചു, നിങ്ങൾ ആരും നഫീസത്തുൽ മിസ്രിയെ കുറിച്ചാണ് പറയുന്നത്? ഒരു സംഭവം ചിന്തിച്ചില്ല. പറഞ്ഞത് APയാന്ന് കേട്ട് മണ്ടിയതാ. എന്താ ചെയ്യുക? എവിടുക്കാ ഈ പോക്ക്? കുഞ്ഞാപ്പാണിനൊക്കെ ഒരു അതിരുണ്ട് ചങ്ങായിമാരെ. അപ്പോൾ ഇതൊരു പരിഹാസമാണ്. AP ഉസ്താദ് എന്ന മഹാപണ്ഡിതൻ ഈ വിഷയത്തിൽ ഇടപെട്ടു എന്നത് മാത്രം കണക്കിലാക്കി അസൂയ കൊണ്ട് മാത്രം നിമിഷപ്രിയ മുന്നേറ്റം നടത്തിയിട്ട് ഒരു പരിപാടിയിൽ പരിഹസിച്ച് പ്രസംഗിക്കുകയാണ് ഇത്. എന്നിട്ട് ഇവനാണ് എന്ന് പറയുന്ന വ്യത്യസ്ത ചാനലുകളിൽ വ്യത്യസ്ത അഭിപ്രായം വന്നതിനെ ചോദ്യം ചെയ്യുന്നത്. കാരണം അമേരിക്കൻ്റെ പ്രസിഡൻ്റ് അല്ലേ. ഇനി ഞാൻ വേറൊരു പരിപാടിയത്തെ നിലപാട് കാണിച്ചു തരാം. ഏത് പരസ്യമാക്കണം, ഏത് രഹസ്യമാക്കണം, ഒരു ഇന്നിയാത്തിൽ അർബ് പോലില്ലാതെ ആൾ ഇന്ത്യ ജമിയത്തുലമ സെക്രട്ടറി ആണത്രേ. മോൻ പറ്റിച്ചതാ ഹക്കീം. എന്നിട്ട് മൂപ്പരെ എവിടെ ഇല്ലായിരുന്നു. ബാപ്പ ഏതായാലും മരിക്കാനായല്ലോ, പെട്ടുകയാണെങ്കിൽ ആട് പോട്ടെ വിചാരിച്ചു. ബാപ്പനോട് ഒരു ഇറ്റ് സ്നേഹങ്ങളും ബാക്കിയുണ്ടെങ്കിൽ ആ ഞങ്ങൾക്കേ ഉണ്ടാവൂ. എന്തൊക്കെ ഇടങ്ങാറാണ് ഈ വയസ്സുകാലത്ത്. അപ്പം മരണവും ജീവിതവും ഒക്കെ ഇവലെ കയ്യിലാന്ന് തോന്നുന്നു ഇവൻ്റെ വർത്താനം കേട്ടാൽ. അല്ലാഹു തആല മഹാപണ്ഡിതന് ദീർഘായുസ് കൊണ്ട് ഈ ഉമ്മത്തിനെ അനുഗ്രഹിക്കുമാറാകട്ടെ. വല്ലാത്ത ജാതി സ്നേഹം അല്ലേ? ജാതി സ്നേഹം. കോഴിക്ക് രോഗം വന്നപ്പോൾ കുറുക്കൻ്റെ കരച്ചിൽ അറിഞ്ഞില്ലേ? ഇതുപോലത്തെ സ്നേഹമാണ് ഇവൻ്റെ സ്നേഹം. ഇതൊക്കെ ഇപ്പം അങ്ങനെ കേട്ടപ്പോഴേ എനിക്ക് എൻ്റെ മനസ്സിലോടിയൊരു ആശയമുണ്ട്. എന്താണെന്നോ, വലിയ മരങ്ങളൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് മുറിക്കാൻ ഉപയോഗിച്ചിരുന്നൊരു സാധനം ഉണ്ടായിരുന്നു, മഴു എന്ന് പറയും. അതിനൊരു പിടിയിടലുണ്ട്. ഈ മരത്തിൻ്റെ ഒരു കൊമ്പോ അതല്ലെങ്കിൽ അതിൻ്റെ ചുവട്ടിലുള്ള ഒരു ചെറിയ മരത്തൈൻ്റെ കഷ്ണവും മുറിച്ചിട്ട് ഈ മഴുവിന് ഇട്ടിട്ടാണ് ഈ വലിയ മരങ്ങൾ മുറിക്കാൻ ഉപയോഗിക്കുക. ഇതുപോലെ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ വേഷധാരികളായ പണ്ഡിതന്മാരെ കടമെടുത്തിട്ട് പണ്ഡിതന്മാരെയൊക്കെ അപമാനവും ചീത്തയും തെരുവോരങ്ങളിൽ പ്രസംഗിപ്പിക്കുക എന്നതാണ് എനിക്ക് മനസ്സിലായത്. അല്ലാതെ നമ്മളിതിനെന്താ വിലയിരുത്തുക? കാപട്യല്ല സ്നേഹം കാണിച്ചത്. ബഹുമാനപ്പെട്ട AP ഉസ്താദിൻ്റെ ചരിത്രത്തിലേക്ക് കടന്നാൽ ഉസ്താദ് അവരുടെ പ്രസ്ഥാനത്തെയും ഉസ്താദിനെയും പടിയടച്ച് പിണ്ടം വെക്കണം എന്ന് പറഞ്ഞ് പ്രസംഗിച്ചു പോയിന്നൊരു മാഷുണ്ടായിരുന്നു. അയാൾ വരെ ഉസ്താദിൻ്റെ ആ ഗാംഭീര്യവും പാണ്ഡിത്യത്തിൻ്റെ നിറകുടമായ മുഖവും കണ്ടപ്പോൾ ആ കൈ പിടിച്ച് ചുംബിച്ചത് എനിക്ക് ഓർമ്മയായി. അതുപോലെ തന്നെ നോളേജ് സിറ്റി 5 സെൻറ്റ് സ്ഥലവും ഇല്ല എന്ന് പ്രസംഗിച്ചൊരു സാധു ഉണ്ടായിരുന്നു.
അദ്ദേഹം ഈ അടുത്ത കാലത്ത് ഒരു പൂച്ചക്കുട്ടി ഇരിക്കണ മാതിരിയാണ് ഉസ്താദിൻ്റെ കാൽക്കൽ വന്നിരുന്നത്. അതുപോലെ തന്നെ കാബാലി രാഷ്ട്രീയക്കാർ ഒരേ വർഷങ്ങൾക്ക് മുമ്പ് പ്രസംഗിച്ച് നടന്നിരുന്നു. ഉസ്താദ് അവറുകൾ മർക്കസിൻ്റെ ഓഫീസിൽ ഒരു പെട്ടി AC വെച്ചു അന്നത്തെ കാലത്ത്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ ദീനീ പ്രബോധനം നടത്തിയത് ഈത്തപ്പനയുടെ ഓല ഷെഡ് കെട്ടിയിട്ട് അതിലിരുന്നിട്ടാണ്. ഇപ്പം കാന്തപുരം അതാ മർക്കസിൽ AC വെച്ചിട്ടാണ് ദീനീ പ്രബോധനം നടത്തുന്നത്. ഇതിൻ്റെ മാനദണ്ഡം വ്യക്തമാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രസംഗിച്ചൊരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ പ്രസംഗിച്ച ആളുകളൊക്കെ അവർ ഏസിൻ്റെ ഉള്ളിലാണ് കിടന്നുറങ്ങുന്നത്. അപ്പോൾ ഉസ്താദ് അവരുടെ അന്നത്തെ ദീർഘദൃഷ്ടിയും അന്നത്തെ പരിഹാസമൊക്കെ കണ്ടപ്പോൾ ഞാനിത് പറഞ്ഞതാണ്. അള്ളാഹു സുബ്ഹാനഹു തആല മഹാപണ്ഡിതൻ്റെ ദീർഘായുസ് കൊണ്ട് ഈ ഉമ്മത്തിനെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.